എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു നാടൻ 4 മണി പലഹാരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വയനയില അപ്പം, കുമ്പിളപ്പം എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇതാണ് വഴനയില മരം. ഇന്ന് ഈവനിങ് സ്നാക്സായി കുമ്പിളപ്പം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോൻ ഓടിച്ചെന്ന് ഇല പറിക്കുകയാണ്. അപ്പോൾ ഈ ഇലയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഇലയാണ് ഈ വഴനയില എന്ന് പറയുന്നത്. ഈ വഴനയിലയുടെ ഉപയോഗത്തിലൂടെ ഡയബറ്റീസ് കുറയും, അതുപോലെ താരൻ, നര എന്നിവയ്ക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ വയറിലെ ഗ്യാസ് കുറയ്ക്കാനും ഒക്കെ ഈ ഇല വളരെയധികം നല്ലതാണ്. അതുപോലെ ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ ശരീര ദുർഗന്ധവും അതുപോലെ വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ ഇല്ലാതെയാകും. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ വഴനയില അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അരിപ്പൊടി വെച്ചും ഇതുണ്ടാക്കാം. നല്ല ടേസ്റ്റിയായി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഈ പലഹാരം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചും ഈ പലഹാരം ചെയ്യുമ്പോൾ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആവശ്യമായ ചേരുവകൾ: ഗോതമ്പ് പൊടി, പാളയൻകോടൻ പഴം, ശർക്കര പാനിയാക്കിയത്, തേങ്ങ ചിരകിയത്, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, ജീരകപ്പൊടി, തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് എന്നിവയാണ്. ചേരുവകളെല്ലാം ഒരു പാത്രത്തിലേക്കിട്ട് പുട്ടിന് നനയ്ക്കുന്നത് പോലെ കുറേശ്ശെ ശർക്കര പാനിയാക്കിയതും ഒഴിച്ച് പാളയൻകോടൻ പഴവും ഇട്ട് നന്നായി മാവ് കുഴച്ചെടുക്കുക. വഴനയിലയുടെ മണവും ടേസ്റ്റുമാണ് നമ്മുടെ പലഹാരത്തിൻ്റെ ഹൈലൈറ്റ്. കൈ വീണ്ടും ഒന്നുകൂടി നനച്ച ശേഷം വീണ്ടും വഴനയില എടുത്ത് കുമ്പിളാക്കി മാവതിലേക്ക് വെച്ച് കുമ്പിളാക്കുക. ഇനി നമുക്ക് ഇതൊരു ഇഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. ഏകദേശം 20-25 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ വഴനയില അപ്പം റെഡിയാകും. ഇഡലിപ്പാത്രം തുറക്കുമ്പോൾ തന്നെ വഴനയിലയുടെ മണവും പലഹാരത്തിൻ്റെ മണവും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. നിങ്ങൾക്ക് വഴനയില കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.